ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾ എന്ന് നടക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ഒരു പരീക്ഷയ്ക്കായി അപ്ലൈ ചെയ്ത അപേക്ഷകരിൽ ഏകദേശം 7,30,000-ഓളം അപേക്ഷകരാണ് പുറത്തായത്. PSC നിശ്ചയിച്ചിരുന്ന സമയപരിധിക്കുള്ളിൽ കൺഫർമേഷൻ നൽകാത്തതിനാലാണ് ഇത്രയും വിദ്യാർത്ഥികളെ ഈ ഒരു പരീക്ഷയിൽ നിന്നും പുറത്താക്കുവാൻ കാരണം. പ്രധാന തസ്തികകളിലായി അപേക്ഷിച്ചവരുടെ എണ്ണവും അതുപോലെ തന്നെ അതിൽ കൺഫേം ചെയ്തവരുടെ എണ്ണവും പുറത്തായവരുടെ എണ്ണവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. വിവിധ കാറ്റഗറികളിലായി 48,49,500 അപേക്ഷകരാണ് ആപ്ലിക്കേഷൻസ് നൽകിയിരുന്നത്. ഒരേ ഉദ്യോഗാർത്ഥി തന്നെ ഒന്നിലധികം തസ്തികകളിൽ അപ്ലൈ ചെയ്തത് പൊതുവായി കണക്കാക്കി കഴിഞ്ഞാൽ ഇത് ഏകദേശം 23 ലക്ഷത്തോളം ആപ്ലിക്കേഷൻസ് വന്നതിൽ നിന്നും 15,69,000-ഓളം വിദ്യാർത്ഥികൾ മാത്രമാണ് പരീക്ഷ എഴുതുന്നതിന് വേണ്ട കൺഫർമേഷൻ നൽകിയത്. ബാക്കി വരുന്ന 7,30,000-ഓളം അപേക്ഷകരെയാണ് ഈ ഒരു പരീക്ഷയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. LD ക്ലർക്കിനായി 17,58,338 ആപ്ലിക്കേഷൻസുകളാണ് വന്നത്. അതിൽ 12,42,999 പേർ മാത്രമാണ് കൺഫേം ചെയ്തത്. ബാക്കി വരുന്ന ഏകദേശം 5 ലക്ഷത്തോളം അപേക്ഷകരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രേഡ് സെർവന്റ് പോസ്റ്റിലേക്കായി 6,98,797 ആപ്ലിക്കേഷൻസ് വന്നതിൽ 4,95,380 പേർ മാത്രമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ബാക്കി വരുന്ന ഏകദേശം 2 ലക്ഷത്തോളം ആപ്ലിക്കേഷൻസ് ആണ് അസാധുവായി മാറിയത്. സിവിൽ സർവീസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് 8,84,692 ആപ്ലിക്കേഷൻസ് വന്നതിൽ 7,36,429 ആപ്ലിക്കേഷൻസ് മാത്രമാണ് കൺഫേം ആയിട്ടുള്ളത്. ബാക്കി വരുന്ന ഏകദേശം 1.5 ലക്ഷത്തോളം ആപ്ലിക്കേഷൻസ് അസാധുവായിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് 10,59,000 ആപ്ലിക്കേഷൻസ് ആണ് റിസീവ് ചെയ്തത്. അതിൽ 7,92,573 അപേക്ഷകർ മാത്രമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ബാക്കി ഏകദേശം 2.5 ലക്ഷത്തോളം ആപ്ലിക്കേഷൻസ് അസാധുവായി മാറിയിട്ടുണ്ട്. ഈ ഒരു കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളതും LD ക്ലർക്ക് തസ്തികയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് അസാധുവാക്കപ്പെട്ടിട്ടുള്ളതും LD ക്ലർക്ക് തസ്തികയിൽ തന്നെയാണ്. ഏറ്റവും കുറവ് അപേക്ഷ വന്നിട്ടുള്ളത് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് തസ്തികയിലും ഏറ്റവും കുറവ് അപേക്ഷകൾ അസാധുവാക്കപ്പെട്ടിട്ടുള്ളത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലുമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ വാർത്തകൾ തുടർന്ന് ലഭിക്കുവാനായി നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്